ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ബഹുമാനപ്പെട്ട കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് രാധികയ്ക്ക് അവസരം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാധിക, പ്ലീസ് കം. യെസ്, പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. പ്രതാപൻ, ക്രിസ്റ്റി. അതെ. എത്ര നാളായി നിങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 15 വർഷമായി. ഈ 15 വർഷവും സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രന്റെ കൂടെ തന്നെയായിരുന്നോ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നത്? അതെ. ആ, അദ്ദേഹവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഗുരുവാണ് സർ. ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ പോലെയാണ് കാണുന്നത്. കഴിഞ്ഞ മാസം 16-ാം തീയതി സേനാനി എന്ന സിനിമയുടെ സെറ്റിൽ നിങ്ങൾ ഈ പറയുന്ന സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രനുമായി വാക്കേറ്റമുണ്ടായില്ലേ? ഉണ്ടായി. വാക്കേറ്റം മാത്രമല്ല, സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രന് നേരെ ഈ നിൽക്കുന്ന നിങ്ങൾ കൈ ഉയർത്തുകയും ചെയ്തു. യുവർ ഓണർ, കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രതിഭാഗം വക്കീല് ചോദിക്കുന്നത്. എന്റെ ചോദ്യങ്ങൾക്ക് ഈ കേസുമായി ബന്ധമുള്ളതാണ്, യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. കഴിഞ്ഞ ദിവസം ആ സിനിമാ ലൊക്കേഷനിലുണ്ടായ ആ സംഭവം സിനിമാ സംഘടനകൾ പറഞ്ഞു തീർക്കുകയായിരുന്നു അല്ലേ? തുടർന്ന് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറായെങ്കിലും ഒരവസരം കിട്ടിയാൽ അദ്ദേഹത്തോട് പകരം വീട്ടണമെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. യുവർ ഓണർ, വാസ്തവത്തിൽ സംഭവിച്ചത് ഇതാണ്. രാധിക അഭിനയിക്കുന്ന ലൊക്കേഷനിലെത്തിയ പ്രിയങ്കയെ പഴയ പരിചയം പുതുക്കി ഇവർ രണ്ടുപേരും കാണുകയായിരുന്നു. പ്രിയങ്ക അതിസമ്പന്നയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവർ പ്രിയങ്കയോട് ഒരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഒരു മൂലയിൽ വെച്ചാണ് പ്രിയങ്ക ഇവർക്ക് പണം കൊടുത്തത്. അതും ഷൂട്ടിംഗിന്റെ ഇടവേളയിൽ. അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഇവർക്ക് പണം കൊടുത്ത ദൃശ്യം ഇത്ര കൃത്യമായി പോലീസിന്റെ കൈകളിൽ എത്തിയത് എങ്ങനെയാണ്? പോലീസ് അതിന്റെ സോഴ്സ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എവിടെ നിന്നോ അയച്ചു കിട്ടിയ ഒരു വീഡിയോ മാത്രമാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ആ തെളിവ് സത്യസന്ധമാണെന്ന് സമ്മതിച്ചാൽ തന്നെ ആ ദൃശ്യമെടുത്ത ആൾക്ക് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ട് എന്നതല്ലേ സത്യം? യുവർ ഓണർ, ദൃശ്യം കളവല്ലല്ലോ. പിന്നെ എതിർഭാഗം വക്കീലിന് അതിനെക്കുറിച്ച് സംശയം വരേണ്ട കാര്യം എന്താ? ആ ദൃശ്യം ഷൂട്ട് ചെയ്തത് ആരായാലും അയാൾ നന്മയുടെ വശത്ത് നിന്ന് ചിന്തിക്കുന്നു എന്നതിന്റെ തെളിവല്ലേ പോലീസിന് അയച്ചു കൊടുത്തത്? നോ യുവർ ഓണർ, ആ ധാരണ തെറ്റാണ്. ക്രിസ്റ്റിയും പ്രതാപനും സ്റ്റണ്ട് മാസ്റ്റർ രവീന്ദ്രനോടുള്ള പക തീർക്കുകയായിരുന്നു. പക്ഷേ തങ്ങൾ ചെയ്ത കുറ്റത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രിയങ്കയെ ഇക്കാര്യത്തിൽ അവർ വലിച്ചിഴക്കുകയായിരുന്നു. അതിസമ്പന്നയായ പ്രിയങ്ക ഈ കേസിൽ അകപ്പെട്ടാൽ അതുവഴി തങ്ങൾക്കും രക്ഷപ്പെടാം എന്നുള്ളതായിരുന്നു പ്രതികളുടെ ചിന്ത. ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ പ്രിയങ്കയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കോടതി, പ്രതി വീണ്ടും കുറ്റം നിഷേധിക്കുകയുള്ളൂ.
അത് സ്വാഭാവികമാണല്ലോ. എന്റെ കക്ഷി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും നിഷേധിക്കുകയില്ല. എന്റെ ചോദ്യങ്ങൾ അതിനുവേണ്ടിയുള്ളതല്ല. യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. പ്രിയങ്ക എന്തിനാ ഇവർക്ക് പണം കൊടുത്തത്? അവരൊരു സഹായം ചോദിച്ചു, പിന്നെ തിരിച്ചു തരാന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാ പണം കൊടുത്തത്. പ്രിയങ്ക ഇവർക്ക് പണം കൊടുക്കുമ്പോ ആ ഭാഗത്ത് ആരെങ്കിലും നിൽക്കുന്നതോ ആരെങ്കിലും അത് ഷൂട്ട് ചെയ്യുന്നതോ കണ്ടിരുന്നു? ഞാനാരെയും കണ്ടില്ല. പ്രിയങ്ക പണം കൊടുക്കുന്നത് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? യുവർ ഓണർ, ബഹുമാനപ്പെട്ട എതിർഭാഗം അഡ്വക്കേറ്റ് കേസിൽ ആവശ്യമില്ലാത്ത നൂലാമാലകൾ സൃഷ്ടിച്ചെടുക്കുകയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കുറ്റവാളിയെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അങ്ങയുടെ ഉപദേശത്തിന് നന്ദിയുണ്ട് വക്കീലെ. എന്റെ വാദങ്ങൾ ശരിയാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. പറയൂ പ്രിയങ്ക, പ്രിയങ്ക ഇവർക്ക് പണം കൊടുക്കുന്ന വിവരം മറ്റാർക്കെങ്കിലും അറിയാമായിരുന്നു? അറിയാമായിരുന്നു. ആർക്ക്? എന്റെ ചേച്ചി രാധികയ്ക്ക്. ബഹുമാനപ്പെട്ട കോടതി, ഈ പ്രതി പറയുന്നത് പച്ചക്കള്ളമാണ്. ദുർഘടം പിടിച്ച ഒരു സീനിന്റെ ഒരുക്കങ്ങളിൽ നിന്നിരുന്ന രാധികയ്ക്ക് ഈ പണം കൊടുക്കുന്നത് അറിയാമായിരുന്നു എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. പക്ഷേ ആ സത്യം വിളിച്ചു പറയാൻ, തന്റെ അനുജത്തിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ രാധിക നേരിട്ട് കോടതിയിൽ ഹാജരായാലോ? അതൊരിക്കലും സംഭവിക്കില്ല. സംഭവിക്കും. ബഹുമാനപ്പെട്ട കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് രാധികയ്ക്ക് അവസരം കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാധിക, പ്ലീസ് കം.